പ്രിയമുള്ള സുഹൃത്തുക്കളെ, 1993 ബാച്ച് 10ാം ക്ലാസ് ഈ വർഷം ഞങ്ങൾ ഇന്നിവിടെ ഓർമ്മച്ചപ്പ് എന്ന പേരിൽ ഒരുമിച്ച് കൂടുകയാണ്. ഈ വലിയ സന്തോഷത്തിൽ ഇന്ന് 40ഓളം ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നുചേർന്ന് ഇവിടെ ആഘോഷിക്കുമ്പോൾ ഈ ദിനത്തിലേക്ക് വന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അപ്പം ഇവിടെ ഞങ്ങളെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചറുണ്ട്, മറ്റ് ടീച്ചേഴ്സൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതെ. വർഷം ഈ സ്കൂളിൽ 10 ഡിവിഷനിൽ നിന്ന് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്കൂളിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രീത പുന്നൂസിന്റെ മകളാണ്. പ്രീത പുന്നൂസിന്റെ മകള് അബീന ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സ്വരൂപ പ്രണാമം, അഖിലേശ്വര പ്രണാമം, കരുണക്കടലേ പ്രണാമം, കാരുണ്യമൂർത്തി പ്രണാമം, യഹോവയും അല്ലാഹു അയ്യപ്പനും സത്യപ്രകാശമേ നീയല്ലയോ, യഹോവയും അല്ലാഹു അയ്യപ്പനും സത്യപ്രകാശമേ നീയല്ലയോ, അഞ്ജലി കൂപ്പി വണങ്ങുന്നിതാ, ചൊരിയണമേ കൃപാമൃതം, ആദിസ്വരൂപ പ്രണാമം, അഖിലേശ്വര പ്രണാമം, കരുണക്കടലേ പ്രണാമം, കാരുണ്യമൂർത്തി പ്രണാമം, കാരുണ്യമൂർത്തി പ്രണാമം. ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ഷാജി അച്ഛ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, സ്നേഹമുള്ള സഹപാഠികളെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിലും അതിനു മുൻപായി 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുക. കാരണം നമ്മൾ ഒത്തിരി നാളുകളായി ആറ്റുനോറ്റ് കാത്തിരുന്ന ഈ സുന്ദര സുദിനമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. 92-93 ബാച്ചിൽ ഈ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ 10th ഇയിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂമുട്ടുകളായിരുന്ന നമ്മൾ ഓരോരുത്തരും നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ
ആയിരിക്കുമ്പോൾ ഞങ്ങൾ പുറകേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഞങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലും വീഴ്ചയിലുമെല്ലാം കരം പിടിച്ച് ഞങ്ങളോടൊപ്പം അറിവ് പകർന്നു തന്ന നല്ലവരായ അധ്യാപകരെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുടിച്ചു ചാടുന്നത് ഞങ്ങൾക്ക് കേൾക്കാനാവും. കഴിഞ്ഞ വർഷം ഞാൻ അവധിക്ക് വന്നപ്പോൾ ഇവിടെ പല ബാച്ചുകാരും ഒരുമിച്ച് കൂടുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ തോന്നി നമ്മുടെ ബാച്ചും ഒന്നിച്ചു കൂടിയാൽ നന്നായിരിക്കുമല്ലോ എന്ന്. എന്നാൽ പല ദിക്കുകളിലായിരിക്കുമ്പോൾ നമുക്കിത് എങ്ങനെ സാധ്യമാകുമെന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അതിനായി ഒരു ശ്രമം നടത്തുവാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഷിജു അച്ഛനെയും വിജയൻ എം.എസിനെയും സിജു അബ്രാഹത്തിനെയും കണ്ടുപിടിച്ച് അവരുമായി ഇതേപ്പറ്റി സംസാരിച്ചു. അവരിത് സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവശ്യമായിരുന്നു. പിന്നീട് ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും ഓരോരുത്തരെയായി കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. അങ്ങനെ നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മ ഇന്നിവിടെ വരെ എത്തി നിൽക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി സ്വാഗതം അർപ്പിക്കാനുള്ളത് നമ്മുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെയാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജപുരം പുറാനയുടെ തന്നെ കണ്ണിലൂണ്ടിയാണ് അദ്ദേഹം. എല്ലാവരും കോട്ടയം ഭാഗങ്ങളിലേക്ക് ചേക്കാറുവാൻ ആഗ്രഹിക്കുമ്പോഴും മലയോര മക്കളുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കുവാനും താല്പര്യം കാണിക്കുന്ന സ്നേഹസമ്പന്നനും കഠിനാധ്വാനിയുമായ അച്ഛൻ രാജപുരം ആലക്കല്ല് പൂക്കയം ഭാഗങ്ങളുടെ എല്ലാ പ്രദേശങ്ങളിലും പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജപുരം സ്കൂളിന്റെ തന്നെ നെടുംതൂണായ അച്ഛനെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ എല്ലാമായ ബാബു സാറിനെയാണ്. സാറിനെ പറ്റി പറയുവാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കുമ്പോൾ പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കുന്നതിനും നന്നായി പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദൂരെ നിന്ന് വന്ന് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സാറിൻ്റെ വീട്ടിൽ നിർത്തി എക്സാമിന് വിടുവാനും തയ്യാറായ സാറിന് നല്ല അധ്യാപകനുള്ള അവാർഡുകളും മറ്റും കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത്ഭുതം തോന്നിയില്ല, പകരം അഭിമാനം തോന്നി. സാധാരണ സാറന്മാർക്കാണ് കുട്ടികൾ നല്ല നിലയിൽ എത്തിയത് കാണുമ്പോഴും ഒരു സന്തോഷം തോന്നുന്നു. പക്ഷേ സാറിനെ കാണുമ്പോൾ ഞങ്ങൾക്കാണ് അഭിമാനം തോന്നുന്നത്. ഞങ്ങൾക്ക് കാരണം സാറിനെ പറ്റി അഭിമാനം തോന്നാൻ പ്രത്യേക കാരണം ഞങ്ങൾ കല്ലറ കൈപ്പുഴ ഭാഗത്തുള്ള ആൾക്കാരുമായി സംസാരിക്കാൻ ഇടയാവുമ്പോൾ അവിടെ സാറിൻ്റെ പച്ചക്കറി തോട്ടത്തെ പറ്റിയും സാറിൻ്റെ കുട്ടികളോടുള്ള സമീപനവും ഞങ്ങൾക്ക് ഏറെ പ്രചോദനമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനവും തോന്നാറുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ ബാബു സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് സന്തോഷ് സാറിനെയാണ്. സത്യം പറഞ്ഞാൽ സാറിനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും ഒരു ഭയം നിറഞ്ഞ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയമാണ് തോന്നുന്നത്. കാരണം ആ തലയെടുപ്പും ആ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദവും ഇന്നും ഞങ്ങളുടെ ചെവിയിൽ മുടങ്ങുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും 8-9 ക്ലാസ്സുകളിൽ സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പോർഷനുകൾ പോലും മനസ്സിലാക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനുള്ള സാറിൻ്റെ പ്രത്യേക കഴിവ് ഞങ്ങൾ ഇന്നും ഓർക്കാറുണ്ട്. ഈ രാജപുരം സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായി ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം സ്മരിക്കുന്നു. സാറിനെ വളരെയേറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോവാൻ സിസ്റ്ററെയാണ്. സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന സിസ്റ്ററിന്റെ ചൂരൽ കൊണ്ടുള്ള അടിയാണ്. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്ക് അതൊരു വേദനയായിട്ട് തോന്നിയിട്ടേ ഇല്ല. കാരണം തെറ്റുകൾ ചെയ്യുമ്പോഴും പഠിക്കുവാൻ പുറകോട്ട് നിൽക്കുമ്പോഴും ഒരമ്മ എങ്ങനെ മക്കളെ ശാസിക്കുന്നു എന്നതുപോലെയാണ് സിസ്റ്റർ ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളൂ. അതുപോലെ മാത്രമേ ഞങ്ങൾക്ക് തോന്നിയിട്ടുമുള്ളൂ. അടി കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കിയിട്ടേ ഉള്ളൂ സിസ്റ്റർ ക്ലാസ് വിട്ട് പോകാറുമുള്ളൂ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ വളരെ തിരക്കുകൾ ഉണ്ടായിട്ട് പോലും ആ സമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന സിസ്റ്ററിനെ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും
എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് സിസ്റ്ററിനെയാണ്. സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് അടിയൊന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും സിസ്റ്ററിന്റെ സ്വതസിദ്ധമായ ആ ചിരിയും ആ നോട്ടവും എപ്പോഴും ഞങ്ങളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സിസ്റ്ററിനാണെങ്കിൽ വളരെ തിരക്കുണ്ട്. ഇപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞു ട്രാൻസ്ഫറും ഒക്കെ ഇരിക്കുന്ന സമയമാണ്. വളരെ വൈകിയാണ് എനിക്ക് സിസ്റ്ററിനോട് ഇത് പറയാൻ പോലും സാധിച്ചത്. എങ്കിലും ജോൺ സിസ്റ്ററിനോട് തീർച്ചയായിട്ടും ഞാൻ എത്തിയിരിക്കുമെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയ സിസ്റ്ററിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറിനെയാണ് സ്വാഗതം ചെയ്യാതിരിക്കുന്നത്. സാറിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒത്തിരി ചിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാറ് സോഷ്യൽ സ്റ്റഡീസ് ആണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് സാറ് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പിരിമുറുക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ചിരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. കാരണം സാറ് ഞങ്ങളോടെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടാറുള്ളത്. വളരെ സ്നേഹത്തോടെ സാറിനെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. എല്ലാവരെയും നീണ്ട ഈ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമ്മുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കുറുമ്പുകളും തമാശകളും പങ്കുവയ്ക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ദിവസം തന്നെ തികയുമോന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഷിജു അച്ഛനെയും സിജു അബ്രാഹത്തെയും വിജയൻ എംഎസിനെയും ജോമോന് കുഞ്ഞുമോൻ അങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിക്കാതെ വന്ന എല്ലാ കൂട്ടുകാരെയും പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായം നൽകിയ ബിജി റോയി, റഷീദ്, സുധീഷ്, ഷിബു, അബ്ബാസ് എന്നിവരെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരിയേറെ ബാച്ചിയാതിരിക്കും ഞാൻ ഈ കഴിഞ്ഞ വർഷം കണ്ടു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സംഭവമായി തീർന്നിരിക്കുന്ന ഇത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സന്തോഷ് സാറിൻ്റെ ബാച്ചിയാതിരി കഴിഞ്ഞു അവസാനത്തേക്ക്. പക്ഷേ ഇത് ഷിജു അച്ഛൻ്റെ തലയിലെ പപ്പ് പോയത് ഒരു പക്ഷേ ബുദ്ധി കൂടുതലായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് അല്പം വെറൈറ്റി വേണമെന്ന് നിങ്ങളുടെ സംഘാടകരുടെ ആ ഒരു വലിയ ഒരു ചിന്തയിൽ നിന്നാണ് ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇവിടേക്ക് കടന്നു വരിക. തീർച്ചയായിട്ടും അഭിനന്ദിക്കുക. ഈ പ്രദേശത്തുള്ളവരൊക്കെ ഇന്ന് ഇത് തിരക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി ബാച്ചിയാറി കഴിഞ്ഞ് ഇങ്ങനെ ഒരു വെറൈറ്റി ഇവിടെ കണ്ടിട്ടില്ല. ഏറെ സന്തോഷം തോന്നി. കാരണം ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിങ്ങൾ കളിച്ചു വളർന്ന ഈ കോമ്പൗണ്ടിൽ ഒരിക്കൽ കൂടി നിങ്ങളെ വരവേറ്റുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ അഭിമാനത്തോടുകൂടി നിങ്ങൾ കടന്നു വരികയായിരുന്നു. ഇന്നലെയൊക്കെ പലരും ഷെയർ ചെയ്തു. തുരങ്കത്തിൽ പോയവരും ഒരത്തേല് ചെളി കണ്ടുപിടിച്ച് അധ്യാപകര് പടപടാന്ന് പൊട്ടിച്ചവരുമൊക്കെ ഇന്നലെ ഷെയർ ചെയ്തപ്പോൾ ആ പഴയ കുടുംബന്മാരൊക്കെ ഇപ്പോഴും ഉത്തരവാദിത്തമുള്ള കുടുംബനാഥന്മാരായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് മധുര സ്മരണകളാണ്. ഒരുപക്ഷെ അന്ന് തുരങ്കത്തിൽ കൂടെ പോയെങ്കിൽ പോലും അതൊരു റിസ്ക് എടുത്തുവെങ്കിൽ ഇന്ന് ജീവിതത്തിൽ വലിയ റിസ്ക് എടുത്ത് നിങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അച്ഛൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥി വൈദികനായി ഓസ്ട്രേലിയയിൽ ചെന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒത്തിരിയേറെ കഴിവുള്ള വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് ഇന്ന് ബേക്കലിൽ പോയി പഴയ മധുരസ്മരണകൾ അയവിറക്കാൻ വേണ്ടി ഞങ്ങളെയൊക്കെ ഒഴിവാക്കി നിങ്ങളൊരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതും ഒരു പുതുമ നിറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടം എല്ലാവരും ശ്രദ്ധിക്കുന്നത് പുതുമകളാണ്. ഞാൻ ഇന്നലെ ചിലരുടെ കൂടെ വന്ന ചിലരോടൊക്കെ ചില കാര്യങ്ങൾ അഭ്യർത്ഥിച്ചു. അതൊന്നും പറയാനല്ല ഞാൻ ഈ സമയം എടുക്കുക. അത് പറഞ്ഞ് നിങ്ങൾക്കൊരു വിരസത തോന്നാനും എനിക്ക് ആഗ്രഹമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പങ്കുവെക്കലും ഈ ഒത്തുകൂടലും നിങ്ങളെ അനുഗ്രഹിച്ചു വിട്ട ഈ മാതൃസ്ഥാപനത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, ഈ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചുണ്ടെങ്കിൽ, ഈ അമ്മയ്ക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. അനുഗ്രഹത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ
94 ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അന്ന് ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം, സെന്റ് ഓഫ് ഒക്കെ നൽകുമ്പോൾ നമ്മളൊക്കെ കരയുമായിരുന്നു. അന്നൊക്കെ മിഠായി കൊണ്ട് കൊടുക്കുക, നിങ്ങൾ കുറച്ചുകൂടി വെറൈറ്റി, അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. പക്ഷെ ഇന്ന് ഒരുമിച്ച് കൂടുമ്പോൾ എന്തോ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ ഒരു അനുഭവമുള്ള ആദ്യത്തെ പങ്കുചേരലാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അനുഭവമായി തീരട്ടെ. എൻ്റെ ഒരു വലിയ പ്രസംഗമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അറിയാം. എങ്കിൽ പോലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി ഒത്തുകൂടാൻ വന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഈ ഹോളി ഫാമിലി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം മക്കളെ നിങ്ങൾ മേടിച്ചെടുക്കണം. ഒത്തിരിയേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും +1 അഡ്മിഷന്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് നമ്മുടെ അനേകം കുട്ടികൾ ഈ സ്കൂളിൽ കൂടുകയാണ്. കാരണം എന്താ? ഹോളി ഫാമിലിയിൽ പോയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റിയാണ്, അവർ നല്ലതുപോലെ പഠിക്കും, അതിൻ്റെ അന്തരീക്ഷം നല്ലതാണെന്നുള്ളൊരു ബോധ്യം ഈ ചുറ്റുവട്ടങ്ങളിലുള്ള മാതാപിതാക്കൾക്ക് ഉള്ളത് കൊണ്ടാണ്. അത് ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങം വരാതെ തിളങ്ങി നിൽക്കട്ടെ. ഈ അനുഗ്രഹത്തിന്റെ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുക. ഈ ദേവാലയത്തിന്റെ കുടക്കീഴിൽ നിൽക്കുന്ന ജാതി മത ഭേദമന്യേ നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ പഠിച്ചു കടന്നു പോകുന്ന ഏവർക്കും ഉണ്ടാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒത്തുചേരല് എല്ലാ വർഷവും നടത്തുവാൻ നിങ്ങൾക്ക് സർവേശ്വരൻ ഇതിൽ കൂടുന്നവര് ഈ വർഷം കൂടിയവർ അടുത്ത വർഷം നഷ്ടപ്പെടാതെ ഒരിക്കൽ കൂടി കൂടാൻ ദൈവം നിങ്ങളെ അനുഗ്രഹമായി ആയുസ്സും ആരോഗ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സന്തോഷവും അതിനേക്കാൾ അഭിമാനവും നിറഞ്ഞ ഒരു സമയമാണിപ്പോൾ. 23 വർഷം മുമ്പ് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആ സാഹചര്യം, ആ സമയം ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. വളരെ തിരക്കേറിയ ഒരു സമയം തന്നെയാണിപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചും. ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചും നിങ്ങൾ ഓരോരുത്തരും ഇന്നിപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളുമല്ല, എല്ലാവരും ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. കുറേ നാളുകൾ മുമ്പ് സിജുവാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ച് ഇന്നുപോലെ ഒരു പ്രോഗ്രാമുണ്ട് സാറ് വരണമെന്ന് പറഞ്ഞപ്പോൾ. ഒരു 4-5 മാസം മുമ്പാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ശനിയാഴ്ചയാണ് സാറേ, കുഴപ്പമില്ല, അപ്പോൾ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം തുടരെ സിജു വിളിക്കാറുണ്ടായിരുന്നു, വിജയം വിളിക്കാറുണ്ടായിരുന്നു, വേറെ ആരാണ്ടൊക്കെ വിളിച്ചു. ഇന്നലെ ഇവർ മാറി മാറി വിളിച്ചപ്പോൾ അവസാനം അച്ഛനും വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇന്നലെ 6 മണി വരെയും വരാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം സ്കൂളിൽ ഇന്ന് അവിടെ കോൺഫറൻസ് നടക്കുകയാണ്. സ്കൂളിലെ 6th വർക്കിൻ്റെ സ്ട്രെങ്ത് ശരിയാക്കി കൊടുക്കേണ്ട ദിവസം എന്നാണ് ഇപ്പോഴത്തെ നീർക്കാടുന്ന സിസ്റ്റം വിളിക്കുന്നു, പേരൂരുന്ന വിളിക്കുന്നു. ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഈ സ്ട്രെങ്ത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് 2 മണിക്ക് കോൺഫറൻസാണ്. അപ്പോൾ ഇന്ന് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കെ അവസാനം ഇവരുടെ എല്ലാം ഈ സംസാരം, വിജയനും ഷിജു അച്ഛനും അതുപോലെ
സിജു മുമ്പിൽ മാറി മാറി വിളിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വന്നു. ഞാൻ ഇടയ്ക്ക് ദേഷ്യപ്പെട്ടു, നിങ്ങളൊന്ന് നിർത്ത്. ഞാൻ ഓഫീസിലായിരുന്നു. ഞാൻ ഇന്ന് വരാൻ വേണ്ടിയുള്ള തിരക്കിൽ ഇന്നത്തെ കണക്കുകളെല്ലാം ശരിയാക്കൊണ്ടിരിക്കുക. ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ ഈ SC ST OBC OEC APL BPL എന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ ടീച്ചേഴ്സ് ചെയ്തുകൊണ്ട് വരുന്നത് അത് ചിലപ്പോൾ കറക്റ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ നമ്മളറിയാതെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ടെൻഷനിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതിനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആരോടോ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ഫോൺ വെക്ക്, എനിക്ക് ദേഷ്യം വരുന്ന പോലെ ഞാൻ പറഞ്ഞു. പിന്നീട് തിരിച്ച് ഞാൻ ബസ്സിൽ പോകുന്നു. ഞാൻ 6 മണിക്കാണ് സ്കൂളിൽ നിന്ന് പോകുന്നത്. വീട്ടിൽ വന്ന് പെട്ടെന്ന് ഒന്ന് വിളിച്ച്, വീട്ടിലാരോടും അറിയുന്നില്ല, ഞാനിങ്ങനെ പോലെ വീരൊന്നും അറിയുന്നില്ല. ഒരു ഷർട്ടൊക്കെ തേച്ച് പെട്ടെന്ന് എൻ്റെ മോനോട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പറയുന്നു. ബസ്സിൽ കയറി പോകുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 8-10 വർഷത്തിനോടിടയ്ക്ക് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടേ ഇല്ല. സത്യം പറയുന്ന മലബാറിൽ വരാറുണ്ടെങ്കിലും ഞാൻ നേരത്തെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തേ വരാറുള്ളൂ. പക്ഷെ ബസ്സിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ ദേഷ്യപ്പെട്ടല്ലോ, ഇന്നതാണല്ലോ. ഇപ്പം ഇവിടെ ഇരുന്നും ഈ നിമിഷം വരെ എനിക്ക് മനസ്സുകൊണ്ട് പോയി വിഷമമായിരുന്നു. നിങ്ങളോട് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ അധ്യാപകനായിരിക്കെ നിങ്ങളെല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ഒത്തിരി തല്ലിയിട്ടുണ്ട്. ഇപ്പോഴും ആ തല്ല് തുടരുന്നുമുണ്ട്. ഞാൻ തല്ലുന്നത് പോലെ ഒരധ്യാപകനും ഇപ്പോൾ സ്കൂളിൽ തല്ലുന്നില്ല. കെട്ടുകണക്കിന് ചൂരൽ വാങ്ങിച്ചു വെച്ച് കുട്ടികളെ തല്ലുന്നുണ്ട്. തല്ലുകൊള്ളുന്ന ഒരു വിദ്യാർത്ഥിക്കും എന്നോട് പിണക്കമില്ല. തല്ലിയാൽ ഞാൻ അപ്പോൾ തന്നെ വിളിച്ച് അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തും. ഞാൻ ഏതാണ്ട് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും എനിക്ക് തോന്നുന്നു, ഞാൻ സന്തോഷ് സാർ, കുറേ ആളുകൾ ഇവിടെ ഹെഡ് മാസ്റ്റർമാർ മാറി മാറി വരുന്നു. ടൈം ടേബിൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ രാത്രി 12 മണി വരെയൊക്കെ സ്കൂളിന് വേണ്ടി ജോലി ചെയ്യുമായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയും. എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിലെ ബഹുഭൂരിപക്ഷം കുട്ടികളുടെയും വീടുകളിൽ പോവുകയും അവർക്ക് അവരുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കി ചിലതൊക്കെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് ഈ ഷിജുവച്ചനൊക്കെ ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്ന വിദ്യാർത്ഥി. അന്നൊക്കെ അച്ഛനാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഈ പത്രോസ് ചെമ്പക്കര എന്ന നമ്മുടെ രൂപത്തിലെ പ്രഗത്ഭന അച്ഛനാണ്. ഞാൻ കൊട്ടോടി ഗവൺമെൻറ് സ്കൂളിൽ 1 വർഷം ജോലി ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ചെവിയെ പിടിച്ച് ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അന്നും പിന്നീട് അച്ഛനാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അന്ന് നമ്മുടെ ലക്ഷ്യം എല്ലാ അധ്യാപകരുടെയും ലക്ഷ്യം വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കണം, പഠിച്ച് അവർ മിടുക്കന്മാരാകണം. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആട്ടെ, അധ്യാപകനായിട്ട് മാത്രം നിൽക്കുക. പക്ഷെ വിദ്യാർത്ഥികളും മിടുക്കരാണ്. നമ്മളുടെ എല്ലാം മക്കൾ വളരെ മിടുക്കരാകണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചു നമുക്കിതൊന്ന് പരിചയപ്പെടണം. ഇതിന് ശേഷം പരിചയപ്പെടണം. നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ട്, മക്കളെല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നു എന്നൊക്കെ ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അധ്യാപകരും മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവനവൻ്റെ മക്കൾ നന്നായിട്ട് വളരണം, വലുതാകണം, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ അവരെ വഴക്ക് പറയും, ഇല്ലേ? ചെറിയ കാര്യങ്ങൾ പോലും വഴക്ക് പറയും, അവരെ തിരുത്താൻ ശ്രമിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരോട് വൈരാഗ്യം കൊണ്ടല്ല, അവർ നന്നാകണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇത് തന്നെയാണ് ഇന്നും പ്രവർത്തിച്ചു വരുന്ന എല്ലാ അധ്യാപകരുടെയും മനസ്സിലതാണ്. മറിച്ച് ചിന്തിക്കുന്ന ഒരു അധ്യാപകനും ലോകത്തുണ്ടാകുമെന്ന് ഞാൻ കരുതില്ല. അങ്ങനെ ആരെങ്കിലും തിരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നക്കാരുണ്ടല്ലോ. അപ്പോൾ അധ്യാപകരിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. സാധാരണ അധ്യാപകർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒത്തുചേരല് അത് വലിയ ഭാഗ്യമായി പോയി. ഇന്ന് ഈ അന്ന് 50ഓളം കുട്ടികളുണ്ടായിരുന്നില്ലേ? 50 കുട്ടികളുണ്ടായിരുന്നു. 35 പേര് വന്നിട്ടുണ്ട്. ഒരു വലിയ വിജയമാണ്. ഇത്രയും ആളുകളെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ബിന്ദുവാണോ ഇതിന് നേതൃത്വം കൊടുത്തേ? തുടക്കം. അപ്പം ബാക്കിയുള്ളവരിലൂടെ അത് ഓപ്പറേറ്റ് ചെയ്തു. ഇത് വലിയ വിജയമായി തീർന്നിരിക്കുന്നു. കാരണം ഒരു 80-85% ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. ഈ ഒത്തുചേരൽ കൊണ്ട് നിങ്ങളിൽ ഒരുപക്ഷെ നല്ല നിലയിൽ ജീവിക്കുന്നവർ കാണും, ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ മറ്റ് ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ടുള്ളവർ കാണും. അത് നിങ്ങൾ തിരിച്ചറിയണം. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവർ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സാമ്പത്തികമായോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ സാമ്പത്തിക സഹായം മാത്രമല്ല, ഒരുപക്ഷെ ചിലപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വിദേശത്തോ മറ്റു പല നല്ല ഉന്നത നിലവാരങ്ങളിൽ ജോലി ചെയ്യുന്നവർ കാണും.
അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സഹായം, ചിലപ്പോൾ നേഴ്സിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തൊരു ജോലിക്കായിരിക്കാം, പല മേഖലയിൽ നമുക്ക് സഹായിക്കാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെ സാങ്കേതികമായ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഇപ്പം ഈ ഒരുക്കിയത് തന്നെ വളരെ നന്നായിരിക്കും കേട്ടോ. ഒരു ക്ലാസ് റൂമിൻ്റെ പ്രതീതിയിൽ നിങ്ങളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. അന്നത്തെ കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇന്നും നിങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ യോജിപ്പ്, ഇപ്പം ബഹുമാനപ്പെട്ട ഷിജു അച്ഛൻ ഉൾപ്പെടെ നിങ്ങളിൽ കുറേ ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ആരെങ്കിലും, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും, സഹായിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രമം നടത്തണം. ഈ ഒത്തുചേരൽ കൊണ്ട് ആദ്യം നടക്കേണ്ടത് നമ്മളിൽ ആർക്കെങ്കിലും പ്രയാസം അനുഭവപ്പെടണം, അവരുടെ പ്രയാസം അകറ്റണം. ഓടിച്ചാൽ ഒരു 5-6 കിലോമീറ്റർ കുത്തനെ കയറി പോകണം. ഞാൻ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്ന അവസരത്തിൽ എൻ്റെ ക്ലാസ്സിലെ ഒരു 10 C ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ നടന്നു ഒരു ജൂൺ മാസത്തിലാണ് നടക്കുന്നത്. ഞാൻ ആ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് മടുത്തു. ഒന്ന് ഇരിക്കണമെങ്കിൽ ആകെപ്പാട് ഒരു ചെറിയ മുറി ചോർന്നൊലിക്കും, കംപ്ലീറ്റ് വെള്ളം. ഒന്ന് ഇരിക്കാനൊരു, അപ്പം ആ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, സാറേ ഇരിക്കാൻ പറഞ്ഞു. എവിടെ ഇരിക്കുന്നത്? ഇരിക്കാൻ ഇടയും കാണുന്നില്ല. അപ്പോൾ ഈ മുറ്റത്ത് കിടന്ന ഒരു ചുടുകട്ടയുടെ കഷ്ണം ഉണ്ടായിരുന്നു. ആ ചുടുകട്ട ഞാൻ ആ വരാന്തയിലേക്ക് എടുത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടവല് അതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് ഞാനൊന്ന് ഇരുന്നു. എനിക്ക് ഇരിക്കാതിരിക്കാൻ മേല, കാരണം അത്രയും മടുത്ത ഇരുന്നത്. കുടിക്കാൻ വെള്ളമുണ്ട്. എനിക്ക് ആ വീടും പരിസരവും കണ്ടപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, വല്ല കരിക്കും കിട്ടാനുള്ള സാധ്യതയുണ്ടോ? എവിടെ നിന്നാണോ അയാളൊരു കരിക്കൊക്കെ കൊണ്ടുവന്നു. ഞാനത് പിടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, ഈ കൊച്ചിനെ ഞാൻ വഴക്ക് പറയുമായിരുന്നു. എന്താ കണക്ക് ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ, ഈ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും. അന്നാണ് എനിക്ക് തോന്നിയത്, നിർബന്ധമായും എല്ലാ അധ്യാപകരും കുട്ടികളുടെ ഭവനം സന്ദർശിച്ചിട്ട് വേണം, അവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളെ വഴക്ക് പറയാൻ. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും വീട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ ഈ കാര്യം അവതരിപ്പിച്ച് ഈ കൊച്ചിന്, അപ്പം അന്ന് ഒരു അങ്ങോട്ട് പോകുന്നൊരു ബസ്സുള്ള ഒരു ജാസ്മിനോ കാഞ്ഞങ്ങാട് പോയിട്ട് ഒരു ടേബിള്, അതും വളരെയേറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലാവുമ്പോൾ അത് കൂടുതൽ ആസ്വാദ്യകരമാണ്. നിങ്ങളുടെ ഈ ഗാദറിങ് എനിക്ക് വളരെയധികം ഹൃദ്യമായി തോന്നി. കാരണം ഒരു അകൽച്ചയില്ലാതെ, സാധാരണഗതിയിലൊക്കെ കൂടുമ്പോൾ ഒരു സ്റ്റേജ് ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കും, പിന്നെ താഴെ കുറച്ച് അകലത്തിലൊക്കെയാണ് മറ്റ് സദസ്സിലൊക്കെ ഇരിക്കുക. ഇതങ്ങനെയല്ല. ഇത് എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർന്ന മാതിരിയുള്ള ഒരനുഭവം. ഏതായാലും ഈ ഒരു ഒത്തുചേരലിന് ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് കൈകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം 79 ബാച്ചിലാണ് ഞാൻ ഇവിടുന്ന് പഠിച്ചു പോയത്. ഒരു 2 വർഷമായി ഞങ്ങളുടെ ഗാദറിങ് കഴിഞ്ഞു. ഏപ്രിൽ 7-നാണ് കഴിഞ്ഞത്. രാജാങ്കണം 79 എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരുപക്ഷെ ഫേസ്ബുക്കിലൊക്കെ അത് കാണാം നിങ്ങൾക്ക്. അതൊന്ന് സംഘടിപ്പിക്കാൻ ഒരു 2 വർഷക്കാലത്തോളം അതിൻ്റെ പിന്നിൽ പണിപ്പെട്ടിരുന്നു. ഏതാണ്ട് 193 കുട്ടികൾ അന്നുണ്ടായിരുന്നു. 85 കുട്ടികളോളം അതിൽ പങ്കെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഇത്രയും പേര്, ഒരു ക്ലാസ്സിലെ ഇത്രയും കുട്ടികളെ ചേർത്തത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ബാബു സാർ ഒരുപാട് പച്ചയായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഏതായാലും സാറിൻ്റെ ആ പ്രയത്നവും നല്ല തീക്ഷ്ണതയും ഒക്കെ കൊണ്ടാണ് 2009 അല്ലേ അധ്യാപക അവാർഡ്, കേരള സംസ്ഥാനത്തെ മികച്ച അധ്യാപക അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. തീർച്ചയായും അതിന് യോഗ്യത അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം, അവാർഡുകൾ പലതും എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം പിന്നാമ്പുറങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അർഹതപ്പെട്ടത് തന്നെ അദ്ദേഹത്തിന് കിട്ടി. നിങ്ങളുടെ ഗുരുവായ ബാബു സാറിന് കിട്ടിയ ഈ ഒരു സൗഭാഗ്യത്തിൽ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 2003 മാർച്ചിൽ പരീക്ഷ എഴുതിയ നിങ്ങൾ ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലാണ്. 93 അതെ, ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നു.
ജീവിത ക്ലേശങ്ങളും അതുപോലെ വ്യഥകളും ഒക്കെ നിങ്ങളെയൊക്കെ കുറേയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മുഖഭാവങ്ങൾ, സ്വഭാവങ്ങൾ ഇതൊക്കെ മാറിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ പണ്ടത്തിൽ നിന്ന് വന്നായിരിക്കണമെന്നില്ല. എന്തായാലും വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കുട്ടികളൊക്കെ കൂടി വന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടോ? കുട്ടികളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? കുറവായിരിക്കും. ഏകദേശം ആ ഒരു പ്രായത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ഏതായാലും ജീവിതത്തിൻ്റെ ഒരു വസന്ത കാലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. നല്ലൊരു ടീമായിരുന്നു നിങ്ങൾ. നല്ലൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്കൂളിനെ കുറിച്ച് ഒരു ചെറിയ വാക്ക് പറയാതിരിക്കുന്നതിൽ അർത്ഥമല്ല. നമ്മുടെ മാതൃവിദ്യാലയം തറവാട്ടിലേക്ക് ഓടി അണയുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടുന്ന് 93-ൽ പോയ നിങ്ങൾ 22 വർഷമായി വീണ്ടും ഈ ഒരു മുറ്റത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആതിഥ്യം അരുളാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഞാനാണ്. ഏതായാലും ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ കാരണവർ എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു അങ്കണത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂള് ഒരുപാട് വളർന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെയൊക്കെ ഉള്ള അവിടെ മൂത്രപ്പുരയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും കയറാൻ പോലും വയ്യാത്തൊരവസ്ഥ ബോയ്സിനൊക്കെ അറിയാം. ഇന്ന് സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറി. 2013-ൽ ഈ സ്കൂളിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് 100% SSLC റിസൾട്ടും കിട്ടി. ഈ വർഷം 2015-ല് 2 കുട്ടികളാണ് പരാജയപ്പെട്ടത്. 231 കുട്ടികൾ പരീക്ഷ എഴുതി. ഈ വർഷം 290 കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവാണ് 2016 മാർച്ച്. അതിന്റെ പിന്നത്തെ വർഷം ഇപ്പോൾ 9-ലുള്ള കുട്ടികളാണെങ്കിൽ 303 പേരാണ്. അപ്പം അങ്ങനെ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായവും അതുപോലെ വിശ്വാസ്യതയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളിങ്ങനെ കുറഞ്ഞ് ഡിവിഷനിലും പോയി അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ദൈവാനുഗ്രഹത്താൽ രാജപുരം മേഖലയ്ക്ക് അങ്ങനത്തെ ഒരു ദൗർഭാഗ്യം വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ വളരെ നന്ദിപൂർവ്വം ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ തറവാട്ടിലേക്ക് വരുമ്പോൾ, നമ്മളൊക്കെ തറവാട്ടിലേക്ക് പോകുമ്പോൾ സമ്മാനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. വല്യപ്പനും വല്യമ്മയ്ക്കും അല്ലെങ്കിൽ അവിടെയുള്ള കാരണവന്മാർക്കും ഒക്കെ. നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കണം ഈ സ്ഥാപനത്തിനുള്ള സമ്മാനം. ഇത് നമ്മൾ പഠിച്ചു, നമ്മുടെ മക്കൾ പഠിക്കുന്നു, മക്കളുടെ മക്കളും പഠിക്കണം. അങ്ങനെ ഇത് അനുസ്യൂതം തുടർന്നു കൊണ്ടുപോകണം. അങ്ങനെ ഇതിൻ്റെ ഒരു അഭിവൃദ്ധിയിൽ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. സംസാരിക്കാതെ സ്കൂൾ വിട്ടാൽ ഉടനെ വീട്ടിൽ പോവുക, പശുക്കളെ നോക്കുക, ഇതൊക്കെയാണ് അന്നത്തെ ചിന്തകൾ. അങ്ങനെ ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് സെമിനാരി ജീവിതത്തിൽ ചേർന്ന് ആദ്യമായിട്ട് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിയും മതേതരത്വമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പുസ്തകം അന്ന് വേറെ മറ്റ് പുസ്തകങ്ങൾ കയ്യിലെടുക്കാത്തതിനോട് ഗാന്ധിജിയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ അത് കോമ്പറ്റീഷനാണ്. നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് 5 മിനിറ്റ് നമ്മൾ സംസാരിക്കണം. സെമിനാരി കാലഘട്ടത്തിൽ അവണൂർ എന്ന് തുടങ്ങുന്നതുകൊണ്ട് ആണ് ആദ്യത്തെ അക്ഷരം. അതുകൊണ്ട് ആദ്യമായി എന്നോട് തന്നെ പ്രസംഗിക്കാൻ പറഞ്ഞു. അച്ഛന്മാർ 3 പേര് ജഡ്ജസ് ആയിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രസംഗം തുടങ്ങിയപ്പോൾ ഈ വാക്ക് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരച്ഛനോട് പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ ഇപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ, പ്രത്യേകിച്ച് കളർ ആശ്രമത്തിൽ ധ്യാന കേന്ദ്രത്തിൽ 2 വർഷക്കാലം ശുശ്രൂഷ ചെയ്യാനൊക്കെ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം, എൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സ്കൂളാണ്. ഈ സ്കൂളിലെ ഒത്തിരിയേറെ എന്നെ സ്നേഹിച്ച, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച നല്ല അധ്യാപകരും, ഒപ്പം നമ്മെ പഠിപ്പിച്ച സിസ്റ്റേഴ്സും, അന്ന് മാനേജറായിരുന്ന കുൾപ്പുള്ളി അച്ഛനൊക്കെ ഇന്ന് എനിക്ക് പ്രചോദനം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനത്തോടുകൂടെ ഈ അധ്യാപകരെ ആദരിക്കാനായിട്ട് കിട്ടിയ അവസരം ഞാൻ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും, വേദത്തിൽ ഇങ്ങനൊരു ഞാൻ പാടിയ എങ്ങനെ ശരിയാകുമെന്ന് അറിയത്തില്ല,
കർമ്മണ്യവ അധികാരസ്ഥേ മാ ഫലേഷ്ട കഥഗാനം മാ ഗർഭം ഫലകേതർഭൂർ മാതേ സമസ്തവും അകർമ്മണി. ഇത് അധർമ്മത്തിൽ ഉള്ള ഒരു ഇതാണ്. നാം കർമ്മം മാത്രം ചെയ്യുക, പ്രതിഫലം ഇച്ഛിക്കരുത്. കർമ്മത്തിന് ഫലം നൽകുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് നിരന്തരം കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുക. ബാബു സാറ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒത്തിരിയേറെ ആലോചിച്ച കാര്യങ്ങളാണ്. അതിൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞങ്ങൾ ഇന്ന് കൂടി ഇതിൻ്റെ മിച്ചം സ്കൂളിനെ ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നീട് സാറൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ സാർ പറഞ്ഞു അത് ഒത്തിരിയേറെ പേര് സ്കൂളിൻ്റെ കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ മനസ്സിൽ അത് പലരും കൂടി ആലോചിച്ച് തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും അത് സാറ് ഇന്ന് പറഞ്ഞതിനോട് ഞങ്ങൾ തീർത്തും പ്രതികരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് മിച്ചം വരുന്ന തുക ഞങ്ങളുടെ ബാച്ചിലുള്ള ആരെങ്കിലുമൊക്കെ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ, അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊരു ജോയിൻ്റ് അക്കൗണ്ടായി തുടങ്ങി അത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത് ഞങ്ങളുടെ ബാങ്കിൽ സൂക്ഷിക്കുന്നതാണ്. പിന്നീട് അതിൽ നിന്ന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വീടുകളിൽ ചെന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് ആവശ്യമെന്ന് തോന്നിയാലും തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിക്കുന്നതാണ്. സാറിൻ്റെ ഒന്നാമത്തത് വീണ്ടും നമ്മൾ പരിസ്ഥിതി ഇന്നലെ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചനയിൽ വന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ അവസാനം വിജയനും കൂട്ടുകാരും തീരുമാനിച്ചു നമ്മളൊരു ഇതിൻ്റെ ഈ മീറ്റിങ്ങിന് ശേഷം നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോവുകയാണ്. കാഞ്ഞങ്ങാടിന് തൊട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നമ്മളൊരു നട്ട് നമ്മൾ പരിസ്ഥിതിയുടെ സാർ പറഞ്ഞതുപോലെ പരിസ്ഥിതിയെ സ്നേഹിക്കണം, നേച്ചറിനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ള ആദരവ് സൂചകമായി നമ്മളൊരു മാവ് നട്ട്. പിന്നീട് ഇന്നലെ തന്നെ നമ്മൾ അറിയാം വിജയൻ കുറേ മരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ കൂട്ടുകാർ കുറേ പേര് അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാർ പറഞ്ഞ 2 കാര്യങ്ങൾ ഞങ്ങളിവിടെ പ്രാക്ടിക്കലാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ സാറിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, സാറിനെ എന്നും ഇന്ന് എനിക്ക് പേടിയുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഞാൻ പോകുന്നത് ന്യൂനിയിലൂടെയാണ്. എൻ്റെ ഫാദർ സാറ് തമ്മിൽ അടുത്തറിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫാദർ അടിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്തില്ല. അങ്ങനെ ഒരു ശിക്ഷയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിനെ ആ ഫാദറിൽ നിന്നും കാണുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ആ പേടി എന്ന് മനസ്സിലുണ്ടായതുകൊണ്ട് പഠിക്കാൻ വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ പോലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാറ് അതൊരു പ്രചോദനമായി തന്നെയാണ് സാറിനെ കാണുന്നത്. ഒപ്പം സാറ് നമുക്കെന്നും മാതൃകയാണ്. നല്ല അധ്യാപകനുള്ള അവാർഡ് സാറിന് കിട്ടി. നമുക്കെല്ലാവർക്കും സാർ എന്നും ഒരു നല്ല ഓർമ്മയായി നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഇന്ന് സാറിനെ ഏറെ സന്തോഷത്തോടുകൂടി നമ്മളിവിടെ സ്വീകരിച്ചു. സാറിനെ ആദരിച്ചുകൊണ്ട് നമ്മളൊരു പൊന്നാട അണിയിക്കുകയാണ്. സിജുവിനെ പ്രത്യേകമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കും. പുറത്ത് കിളി പാടുമ്പോൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മളെ ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സന്യസ്തർ. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്ന് ഒത്തിരിയേറെ വൈദികരും സന്യസ്തരും നമ്മുടെ ഇടയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളറിയോ ഇല്ലയോ എന്നറിഞ്ഞിട്ടില്ല. 10th ക്ലാസ് 93 ബാച്ചിൽ ഞങ്ങൾ 3 പേര് അച്ഛന്മാരായിട്ടുണ്ട്. ബിനോയ് നാരമംഗലം ഇപ്പോൾ അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ ഷൈജു കൽക്കുട്ടാങ്കുഴി, അദ്ദേഹം ഇപ്പോൾ വിദേശത്തല്ല നോർത്തിൽ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാജപുരം ഇടവകയിൽ നിന്ന് തന്നെ 10ാം ക്ലാസ് പഠിച്ച 3 പേര് അച്ഛന്മാരായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റേഴ്സ് എന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ ആത്മീയ മേഖലകളിലാണെങ്കിലും ഇവർ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരെയും ആദരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ബിജിയെയും ജോമനെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് സാറിനെ കുറിച്ച് ബിന്ദു പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. എന്നും നമ്മൾക്ക് പിരിമുറുക്കങ്ങളുണ്ടാകുമ്പോൾ ക്ലാസ്സിൽ ഏറെ സൗഹൃദവും സപ്പോർട്ടും തന്നു.
നമുക്കെന്നും നമ്മുടെ മനസ്സുകളെ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയ സാറാണ് ജെയിംസ് തോമസ് സാറ്. ഒത്തിരി രാജ്യത്തിൻ്റെ മുഖം തന്നെ, നമുക്കറിയാം സാറിൻ്റെ വീട് തന്നെ ഈ രാജ്യത്തിൻ്റെ മുഖം തന്നെ മാറ്റിമറിച്ച ഇതാണ്. അപ്പോൾ സാറ് അങ്ങനെയാണ്. സാറ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും സൗഹൃദവും, ഒരു ശബ്ദത്തിലൊരു പ്രത്യേകതയുണ്ട് സാറിൻ്റെ, നല്ല ഉച്ചത്തിൽ സംസാരിക്കുകയും. അപ്പം അത് പേടി തോന്നിക്കുന്ന ഒരു ശബ്ദമല്ല, എങ്കിലും ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സ്വരമുണ്ട്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ആ സാറിൻ്റെ വീട്ടിൽ 8-10 പേര് പോയി കുറേ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. സാറ് എല്ലാവരെയും തന്നെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം ഇന്നും നമ്മളെ കാണുമ്പോഴും എവിടെയായിരുന്നാലും സാറ് നമ്മുടെ ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് സാർ നമ്മുടെ വേദിയിലിരിക്കുമ്പോൾ സാറിനെ ആദരിക്കുവാനായിട്ട് സിൽവിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഇരുവരും സ്വീകരിക്കുന്നതിന് വേണ്ടി എൽദോസ് സാറിനെ ക്ഷണിക്കാം. ഈ സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ ഷാജിയച്ച, ഉദ്ഘാടകൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായ ബാബു സാർ, ഇപ്പോഴത്തെ ഈ സ്കൂളിൻ്റെ അമരക്കാരൻ സന്തോഷ് സാർ, എൻ്റെ സഹപ്രവർത്തകരായ സിസ്റ്റേഴ്സ്, പൂർവ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മളേവരും ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളേവരെയും ഒരുമിച്ച് കാണുന്നതിനും 2 വാക്ക് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിനും എനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സന്തോഷപൂർവമായി ജീവിതം നയിക്കുകയും ജോലി നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പലരെയും എനിക്ക് നേരിട്ടറിയാം. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുമ്പോഴും. അതുപോലെ രായപുരത്ത് ടൗണിൽ തന്നെയാണ് വീട് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരെയും പലപ്പോഴുമായിട്ട് കാണാറുണ്ട്. എന്നാൽ പെൺകുട്ടികളെ മാത്രം അധികം കാണാറില്ല. ഇപ്പോൾ പലരെ ഓർക്കുന്നുണ്ട് എന്നത് മാത്രം. ഇതൊരു സുദിനമാണ്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാനും അതൊരു സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇതുപോലെ ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ട് 50 വർഷം തികയുകയാണ്. ഞങ്ങൾ സുവർണ ജൂബിലി കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 50 വർഷം കഴിഞ്ഞു ഈ സ്കൂളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിറങ്ങിയ ബാച്ച് അത് ഓഗസ്റ്റ് 8-ന് ഇവിടെ സമ്മേളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എബോവ് 65 വയസ്സും എബോവ് 65 വയസ്സായിരിക്കും. 65-നും 70-നും വയസ്സ് പ്രായമായിരിക്കും ഞങ്ങളുടെതൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ സ്കൂളിൽ നിന്ന് 2005-ൽ സ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി വിരമിക്കുകയും അതിനുശേഷം ഇവിടെ രായപുരത്ത് വീട് വെച്ച് താമസിക്കുകയും ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണ്. ഒരാരും തന്നെ എന്നെ കൂടെയില്ല. വേറെ UK പ്രവർത്തിക്കുന്നു. എനിക്ക് നിങ്ങളെ അവസാനമായി നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുവാനും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ച എല്ലാവരെയും അനുമോദിക്കുന്നതിനും അതിയായ സന്ദർഭമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട മക്കളെ,
ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയത് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന വരവ് തന്നെയാണ്. പുസ്തകവും അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിലൊരു ചൂരലും ഉണ്ടാകും. ആ വരവ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ തന്നെ വരിക. അതേ രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയും ചെയ്യുന്നത്. ഞാൻ രാജപുരത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തോ രാജപുരം എന്ന് കേൾക്കുന്നതിൻ്റെ ഒരു പേടി പോലെയാണ്. സമരം എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ സമരം കാണുന്നത്. സമരം കാണുവാൻ വേണ്ടി ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ അപ്പുറത്തെ തിണ്ണയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. എങ്ങനെയാണ് സമരം എന്നുള്ളത്. എന്തായാലും സമരങ്ങൾ കണ്ടു, എല്ലാം കണ്ട് ഇവിടെ നിന്ന് പോയി. പക്ഷെ ഒരു സംഗതി ഞാൻ പഠിച്ചു. നാട്ടിലെ പിള്ളേരെക്കാളും സ്നേഹമുള്ളത് മലബാറിലെ പിള്ളേരാണെന്ന് ഞാൻ പലപ്പോഴും നാട്ടിൽ ചെന്നും പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ പിള്ളേരെക്കാളും ഒത്തിരി സ്നേഹം നിങ്ങൾക്കുണ്ട്. എത്ര അടിച്ചാലും എത്ര വഴക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് സ്നേഹമുണ്ട്. നമ്മുടെ എൽസമ്മ ടീച്ചറും അതുപോലെ തന്നെ AUMA ടീച്ചറും പറയാറുണ്ട്, സിസ്റ്റർ അടിക്കുന്നത് പോലെ ഞങ്ങൾ അടിക്കുവാണെങ്കിൽ ഇവിടെ പിറ്റേ ദിവസം സമരം വരുമെന്ന്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കുക, ചോദ്യം ചോദിക്കുക, പറഞ്ഞില്ലേ അടികൊട്. ഒരു പേരൻസും വരികയില്ല. ബാബു സാർ പറഞ്ഞവർക്ക് നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സിൻസിയറായിട്ട് ജോലി ചെയ്താൽ ആരും നമ്മുടെ മേലെ കുതിര കയറാൻ വരികയില്ല. അതല്ലാതെ നമ്മൾ ജോലി ചെയ്യാതെ കണ്ടിട്ട് അതും ഇതും പറഞ്ഞു നടന്നാൽ ചിലപ്പോൾ നമ്മൾ വന്നെന്നിരിക്കും. പക്ഷേ അപ്പോഴും അടി തരുമ്പോഴും ഒരു കൈ കൊണ്ട് അടിച്ചാലും മറു കൈ കൊണ്ട് താങ്ങുന്ന ഒരു കരവും കൂടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാം അല്ലേ? പ്രത്യേകിച്ചും ആൺപിള്ളേർ കരയുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം പെട്ടെന്ന് തരുള്ളത്. ഞാൻ പീരുമേട്ടിലെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഈ നിങ്ങളെ കുറച്ചുകൂടെ വലിയ പിള്ളേരായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഇതുപോലെ പാൻറ്റിങ് മുറുക്കപ്പെടുത്തിയിട്ട് ഞാൻ അടി കൊടുക്കും. അപ്പോൾ അടി കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് പിള്ളേർ കരഞ്ഞ് ആടിയാടെ നിർത്തും. ഞാനിങ്ങ് ചേർത്ത് പിടിക്കുക. അപ്പം പെൺപിള്ളേർ പറയും, സിസ്റ്റർ ഞങ്ങൾക്കറിയാം ആൺപിള്ളേർ അങ്ങ് കരയുമ്പോഴേക്ക് സിസ്റ്റർ അങ്ങ് നിർത്തി അങ്ങ് പിടിക്കും, ഞങ്ങൾക്ക് അങ്ങനെ കരച്ചിൽ വരുന്നില്ല എന്ന് പറയും. പക്ഷേ അതിൻ്റെ കാരണം ഒന്നുകൂടി ഹൃദയം സ്നേഹം തുളുമ്പുമ്പോഴാണത്. അപ്പോൾ അങ്ങനെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? പല കുട്ടികളും സെമിനാറിൽ പോയിട്ട് എനിക്ക് എഴുതാറുണ്ട്, സിസ്റ്ററെ അന്ന് സിസ്റ്റർ ഞങ്ങൾ വഴക്ക് പറയുമായിരുന്നു, പക്ഷേ ഞങ്ങൾ സെമിനാറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിലൊരു വാചകം ചൊവ്വ എഴുതാൻ അറിയാവുന്നത് ഞങ്ങൾക്കായിരുന്നു എന്നാണ്. അതിനിപ്പം ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. സിസ്റ്റർ ഞങ്ങളെ അന്ന് പഠിപ്പിച്ച ഇംഗ്ലീഷിൻ്റെ വാക്കുകളെല്ലാം ഞങ്ങൾ ഓർത്തിരുന്ന് എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ സെൻറ്റ് ആൻസിൽ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഇവിടെ ഞാൻ ഒരു കുട്ടി എൻ്റെ ഓഫീസിലേക്ക് കയറി വരികയാണ്. ഓഫീസിലേക്ക് കയറി വന്നു, അവനവിടെ ഓഫീസിൽ നിന്നു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇരിക്കുന്നു പറഞ്ഞു. ഇരുന്നില്ല. അവൻ അവിടെ നിൽക്കുക. സിസ്റ്റർ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ലോ അവനെന്ന് പറഞ്ഞു. ഞാൻ 10യിൽ പഠിച്ചപ്പോൾ സിസ്റ്റർ, ഞാൻ അന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷേ എല്ലാവരോടും ചോദിച്ചു കഴിയുമ്പോഴാണ് സിസ്റ്റർ അവസാനം ഏറ്റവും പഠിക്കുന്ന പിള്ളേരോട് ചോദിക്കും. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്നോടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞില്ല. സിസ്റ്റർ ആ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് സിസ്റ്റർ പുറത്തിറങ്ങിപ്പോയി. അന്ന് ഇറങ്ങിപ്പോയി. അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്ന മനോജാണ് ഞാനെന്ന് പറഞ്ഞു. എനിക്കിന്ന് കരിക്കുന്നത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് ടീച്ചിങ് പോസ്റ്റ് കിട്ടി. ഞാൻ ആദ്യമേ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് ഒരു വാചകമല്ല, എനിക്ക് 50 വാചകമല്ല, 100 വാചകം സ്വന്തമായി പറയുവാൻ എനിക്ക് കഴിയും. ആ കഴിവ് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ പറയാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എഴുന്നേറ്റു. ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ അവന് വാരി പുണർന്നു. അവനെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അനുഗ്രഹിച്ച് ഞാൻ വിട്ടു. പിന്നീട് പല ഞാൻ കണ്ടു മനോജിനെ. അപ്പം അങ്ങനെ നിങ്ങളെ ശാസിക്കുന്നുണ്ടെങ്കിൽ, ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ പഠിച്ചു വലുതാകണം. നമ്മൾ 93 തോന്നുന്നു ബാബു സാറും സന്തോഷ് സാറും നമ്മളും കൂടെ ഇവിടെ എന്നും കോപ്പേരിയാന്ന് എല്ലാവരും പറയും. പക്ഷെ ഒരിക്കലും അവർ പിടിക്കുകയും ബാബു സാറ് ഇവർ രണ്ടുപേരും അവിടെ ചെന്ന് DOE ഓഫീസിൽ ചെന്ന് ഇവിടുന്ന് 3 ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഇട്ട് തരണം. ബാബു സാറും സന്തോഷ് സാറും ഞാനുമായിരുന്നു. അതിവിടെ നിന്നിരുന്നു. നമ്മൾ വളരെ പിടിച്ചു. അതിനുള്ള ശിക്ഷകളും നമുക്കൊക്കെ കിട്ടി. ബാബു സാർ കൊള്ളാതെ പോയി. ഞാൻ എറിയാതെ എന്നെ മടത്തുന്ന ആൾക്കാർ വന്ന് കൊണ്ടുപോയി. അങ്ങനെയുള്ള ചരിത്രങ്ങൾ പലതൊക്കെ ഇവിടെയുണ്ട്. എങ്കിലും നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന, നമ്മളെപ്പോഴും ഓർക്കണം, ഒരു കല്ലായിരിക്കാം, ഒരു തടിക്കഷ്ണമായിരിക്കാം നിങ്ങൾ. അതിനെ
രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഒരു അധ്യാപകന്റെ കടമയാണ്. ആ കർമ്മ നിർവഹണത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് അത് ശിക്ഷണം. ഈ ശിക്ഷണം ഇന്നില്ലാതായതിൻ്റെ വിപത്തുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പീരുമേട്ടി പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഇടുക്കി ജില്ല ശിശു സംരക്ഷണ ജില്ലയായി പ്രഖ്യാപനം ചെയ്ത് ശിശുക്കൾ പിള്ളേരെ അടിക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ കോടതിയിൽ കയറി. ടീച്ചേഴ്സാണ് അടിച്ചത്, പക്ഷെ ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ പീരുമേട് കോടതിയിൽ ഞാൻ കയറി അടിച്ചാൽ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അടിച്ചു, നിങ്ങൾ വളർത്തി. ഇന്ന് നിങ്ങൾ ഈ നിലയിലായപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കന്മാർക്ക് ഒത്തിരി സന്തോഷമുണ്ടല്ലേ. അതുപോലെ തന്നെയുള്ളൊരു സന്തോഷമാണ് ടീച്ചർമാർ. എവിടെ ചെന്നാലും നമ്മൾ ലോകത്തിൽ എവിടെ ചെന്നാലും നമുക്ക് പിള്ളേരെ കാണാനായിട്ട് സാധിക്കും. സിസ്റ്ററെ പഠിപ്പിച്ച്, എന്നെ പഠിപ്പിച്ച്, ഇന്ന ക്ലാസ് പഠിപ്പിച്ച്, ഇന്ന ക്ലാസ് പഠിപ്പിച്ച്. അപ്പം നമുക്കത് കേൾക്കും. അതിൽ വലിയൊരു ദക്ഷിണ നിങ്ങൾക്ക് തരുവാനായിട്ടില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അവസാനം ഞാൻ പോരുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് പോരുന്നതാണ്. ആൺപിള്ളേരോട് ഞാൻ പറയും, നിങ്ങൾ വലുതാകും, ഞങ്ങൾ ടീച്ചർമാർക്ക് വലിയ വ്യത്യാസമൊന്നും വരികയില്ല. ആൺപിള്ളേർ നിങ്ങൾ വളർന്ന വലിയ താടിയും മീശയൊക്കെ വെച്ച് വന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായാൽ പെൺപിള്ളേർ കല്യാണമൊക്കെ കഴിച്ച് ഒന്നേൻ്റെ പ്രസവമൊക്കെ കഴിയുമ്പോൾ അതിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ വന്ന് വേണം സംസാരിക്കാൻ, പരിചയപ്പെടണം. സിസ്റ്ററെ, അല്ല ഞങ്ങൾ ഇന്ന ബാച്ചിലുണ്ടായിരുന്ന എന്ന് പറയും. പക്ഷേ ഇത് ബിന്ദു ഒരിക്കൽ എന്നെ വിളിച്ച്, ഒരു 5-6 മാസം മുമ്പാന്ന് എനിക്ക് തോന്നുന്നത്, വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എടുത്ത വഴി ഞാൻ പറഞ്ഞു, ബിന്ദു എന്തായാലും ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു, മറ്റൊന്നും സംഭവിച്ചില്ല, ഞാൻ എത്തിയേക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ബിന്ദു പലപ്പോഴും വിളിച്ചു, കഴിഞ്ഞ ദിവസം വിളിച്ചു. ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയതിൽ വളരെയധികം ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അത്യധികമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ബന്ധം നമ്മൾ ഒരിക്കലും കളയരുത്. സ്നേഹമാണ് അഖില സാരം ഒരേ. അത് ഈ ബന്ധം, ഈ സ്നേഹത്തിൽ കോർത്തിണക്കിയ മുത്തുകളായിട്ട് നിങ്ങൾ എന്നും നിലകൊള്ളണം. എനിക്ക് ഒരു ഉപദേശം തരാനുള്ളതേ ഉള്ളൂ. ബാബു സാർ പറഞ്ഞതാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ള കുട്ടികൾ ഉള്ളവരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊള്ളാം. പിന്നെ ഉന്നക്കാരനാണ് എങ്കിൽ ഒരിക്കലും ഒരു കൈക്കൂലി വാങ്ങിക്കാതെ കണ്ട് നമുക്ക് കിട്ടുന്ന സാലറി സംതൃപ്തരായിക്കൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കാനായിട്ട് നോക്കുക. ജീവിക്കുന്ന അവസ്ഥയിൽ സിൻസിയറായിട്ട് മറ്റുള്ളവരുടെ ഏത് ജോലി ആയിക്കോട്ടെ, താഴ്ന്ന ജോലിയാകാം, ഉയർന്ന ജോലിയാകാം, അതിൽ സിൻസിയറിറ്റി എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക. അത് നിങ്ങളുടെ കൈമുതലായിരിക്കട്ടെ. മറ്റുള്ളവരെ മുമ്പിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലോ ആരെയെങ്കിലും കാണുമ്പോൾ ഒന്ന് സഹായിക്കുവാനുള്ള ഒരു സന്മനസ്സുകൂടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നിങ്ങൾ കൂടുമ്പോൾ എനിക്ക് ഇനി ഇങ്ങനൊരു അവസരം നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളികളെ കൂടെ കൊണ്ടുവരിക, നിങ്ങളുടെ മക്കളെയും കൂടെ കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അപ്പം നമുക്കത് കാണുവാനും നമ്മളെ പരിചയപ്പെടുവാനും ഒക്കെ സാധിക്കും. ഇങ്ങനെ അവസരം ഉണ്ടാക്കിയ നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല മനസ്സുകളുടെ ഉടമകളായി നിങ്ങൾ മാറട്ടെ. എല്ലാ തരത്തിലുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അതും കൂടെ നിങ്ങൾ ഓർക്കോട്ടോ. ഇങ്ങനെ കൂടുമ്പോൾ കൂടി അങ്ങ് പോയ പോലെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾ അതിയായി പരിശ്രമിക്കണം. അത് പരിശ്രമത്തിലൂടെ കിട്ടുകയുള്ളൂ. ജീവിത പങ്കാളിയും മക്കളുമായി നിങ്ങളുടെ കുടുംബജീവിതം എപ്പോഴെങ്കിലും ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ എങ്ങനെയുണ്ട് കുടുംബജീവിതം, അല്ലെങ്കിൽ ജയ്മോൻ്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്, ബിന്ദു. ഞാനിവിടെ നിൽക്കുന്നത് സിസ്റ്റർ ജോവാൻ്റെ ഉത്സാഹം കൊണ്ടാണ് ഞാനും കൂടി ഇവിടെ വരാനായിട്ട് താല്പര്യമെടുത്തത്. ഞാൻ പലപ്പോഴും എൻ്റെ മനത്തിൽ പറഞ്ഞു, എന്താണെന്നറിയത്തില്ല സിസ്റ്റർ ജോവാൻ ഇത്ര നിർബന്ധമായിട്ടും പോകാം എന്ന് പറയുന്നതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഏതായാലും വന്നത് നന്നായി എന്ന് ഇപ്പം എനിക്കും തോന്നുകയാണ്. ഞാൻ രാജപുരം സ്കൂളിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് പഠിപ്പിച്ച ബാച്ചുകാരാണ് നിങ്ങൾ. എനിക്കും ആദ്യത്തെ ബാച്ച്, നിങ്ങൾക്കും ആദ്യമായിട്ടാണ്. 93 വർഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് SSLC പിള്ളേരെ ഒരുക്കുന്നത്. അപ്പോൾ ഞാൻ ഹൈസ്കൂളിലേക്ക് വരുന്നത് പയ്യാവൂരിൽ നിന്നാണ്. ഇവിടെ ഇടയ്ക്ക് ഒരു സ്കൂൾ വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ അവിടുന്ന് പയ്യാവൂരിൽ നിന്ന് പോരുമ്പോൾ തന്നെ പിള്ളേർ, ഞാൻ ചെറിയ അടിയൊക്കെ അവിടെ പാസ്സാക്കുമായിരുന്നു. ഞങ്ങളെ അടിക്കുന്ന പോലെ രാജപുരത്തിൽ എന്ന് അടിച്ചാൽ ചിലപ്പം വിവരം അറിയുമെന്ന് പറഞ്ഞാണ് അവരിങ്ങോട്ട് എന്നെ അയച്ചത്. എന്തായാലും ഇവിടെ വന്ന് എനിക്കിപ്പം എല്ലാവരെയും കണ്ടിട്ട് നേരിയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നത് 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലൊരു അങ്കലാപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് വലിയ പരിചയമൊന്നും നിങ്ങളുടെ അടുത്ത് എനിക്കില്ല. എങ്കിലും കുറച്ച് പേരെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ്
അന്നും ഉണ്ട്. സന്തോഷ് സാറും ബാബു സാറും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഓർമ്മ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച സ്കൂളുകൾ ഓർമ്മ വരുമ്പോൾ രാജപുരത്തെക്കുറിച്ച് ഒരു നല്ല ഓർമ്മകൾ, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം പിന്നെയും എനിക്ക് ഇവിടെ വരേണ്ടതായിട്ട് വന്നു. അന്നും സന്തോഷ് സാറും ബാബു സാറും ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്നും എനിക്കും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. അത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ സഹായിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ തുടർന്നു പോകാനായിട്ട് സാധിച്ചതെന്ന് പറയാറുണ്ട്. എന്തായാലും രാജപുരം സ്കൂള് പഠിപ്പിച്ച സ്കൂളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല കാഴ്ചകളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിപ്പിക്കുന്നതൊന്നും അങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. അങ്ങനെ എൻ്റെ സർവീസ് കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം നല്ല നല്ല ഉപദേശങ്ങളൊക്കെ എല്ലാവരും തന്നു. എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. അതായത് ഇപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും നല്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മെലോഡിയോട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിന്ദുവാണ്. ബിന്ദുവിനെ പ്രത്യേകം അഭിനന്ദിക്കുക. ഇന്ത്യയിലെ പ്രശസ്ത സാഹിത്യകാരനായ കബീർദാസ് ഇങ്ങനെ പറയുകയുണ്ടായി, ഗുരു അവർ ഗോവിന്ദ് ദോനോ ഘടേ ഹേത്തോ മേം കിസ്ക പാവച്ചോ മേം ഗുരു കാ പാവച്ചോ. അത് ഇങ്ങനെയാണ്, ഗുരുവും ഈശ്വരനും കൂടി ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെ ആദ്യം പ്രണമിക്കും. അദ്ദേഹം വ്യക്തമാക്കുകയാണ്, ഞാൻ ആദ്യം എൻ്റെ ഗുരുവിനെ പ്രണമിക്കും. കാരണം ഇതാണ്, ഈശ്വരൻ എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്. ഗുരു എന്നാൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ എന്നർത്ഥം. ഞാൻ എൻ്റെ ഗുരുനാഥന്മാരെ ഒരു വട്ടം പ്രണമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എനിക്ക് വഴി കാണിച്ചു തന്ന ഗുരുനാഥന്മാരുടെ മുമ്പിൽ അതേ ജോലി ചെയ്യുന്ന ഒരു കൊച്ചു അധ്യാപകനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബാബു സാർ നേരത്തെ പറയുകയുണ്ടായി, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിസ്ത് വർക്കിന്റെ തിങ്കളാഴ്ചയാണ്, അതിന്റെ തിരക്കുകളുണ്ട്. ഞാനും അതുപോലെ വെള്ളരിക്കുണ്ട് സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബാച്ചിൽപ്പെട്ട ഒരാള് ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി വന്നു. എനിക്ക് പെട്ടെന്ന് ഏഞ്ചലായിരുന്നത്, എവിടെയോ നല്ല മുഖപരിചയം തോന്നി. അഡ്മിഷന്റെ സമയത്ത് ഞാൻ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി അധികം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മളെല്ലാവരും തിരക്കിലാണ്, ഒരുപാട് സമയം വളരെ കുറവാണ്. എങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ ജവാന നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നു. എനിക്കറിയാം 93-ല് സിസ്റ്റർ നമ്മളെ തല്ലുമായിരുന്നു. ഒരിക്കൽ ഒരു ചൂരല് മുറിച്ചു വെച്ച സംഭവം ഉണ്ടായി. എനിക്ക് സിസ്റ്റർ പ്രിയങ്കരനായിരുന്നു. ഞാനും എന്നോട് എപ്പോഴും ചോദ്യം ചോദിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ അനുജനെ സിസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലീറ്റസ് എന്നായിരുന്നവര്. അനുജൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഞാൻ അല്പം ഉഴപ്പനായിരുന്നു അന്ന്. സിസ്റ്റർ എന്നോടും ചോദിച്ചു, ടൈറ്റസ് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. സത്യമായിട്ട് സിസ്റ്റർ ഇപ്പോഴും ഞാൻ പറയാം, എനിക്കത് അറിയില്ല, ഇന്നും അറിയില്ല. സിസ്റ്റർ അന്ന് മുതൽ കുറച്ച് ദിവസം പിണങ്ങിയൊക്കെയിരുന്നു, പഠിപ്പിക്കാതൊക്കെയിരുന്നു. ഞങ്ങൾ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി. അത് അതിന് കടന്നു, അത് പരീക്ഷ ബോയ്ക്കോട്ട് ചെയ്യുന്നതിൽ വരെ എത്തിച്ചേർന്നു. അതൊരുപാട് മനസ്സിന് വിഷമം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. പക്ഷെ അന്ന് ഓണപരീക്ഷയാണ്, പരീക്ഷ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനോടൊരു താല്പര്യമില്ലായിരുന്നു. എന്നോട് ഞങ്ങളോട് പറഞ്ഞു, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും പരീക്ഷ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞു. വഞ്ചകികളായ പെൺകുട്ടികളെല്ലാം പോയി പരീക്ഷ ഇട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ താഴെ ബാക്കിയായി. ഞങ്ങളുടെ പേരൻസിനെ കൊണ്ടുവരേണ്ടി വന്നു. ഒത്തിരി ദുഃഖങ്ങളുണ്ടായി. അതുകൊണ്ട് സിസ്റ്റർ ജവാന സിസ്റ്ററിന്റെ ഒരു അതൃപ്തി നേടിയെടുക്കുന്നതിലേക്ക് അത് നയിച്ചു.
സിസ്റ്റർ എനിക്ക് തോന്നുന്നു ഞാൻ 10 വർഷം സെന്റ് മേരീസ് കോളേജിൽ പഠിപ്പിക്കുകയുണ്ടായി. പനന്തടി സെന്റ് മേരീസ് +2ലും ഡിഗ്രിയിലും പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പം 10 വർഷമായിട്ട് 2006 മുതൽ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പയ്യാവൂരായിരുന്നു ഉണ്ടായിരുന്ന കാഞ്ഞിരക്കുറ്റി സ്കൂളിൽ, അതിനുശേഷം കച്ചേരിക്കടയിലോട്ട് പോയി ഇപ്പം വെള്ളരിക്കുണ്ട് സ്കൂളിൽ 5 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഓരോ ബാച്ചുകാരോടും ഞാൻ ഈ സംഭവം പറയാറുണ്ട്. സിസ്റ്ററിന്റെ ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരെ നിന്ദിച്ചാൽ അവർക്കുള്ള ആ വേദന മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഇന്നും കഴിഞ്ഞ വർഷം 2015 ഇറങ്ങിയ ബാച്ചുകാരോട് പോലും ഞാൻ പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് എന്റെ ജീവിതത്തിലും എന്നെ ഒരുപാട് സ്പർശിച്ച വേദനിപ്പിച്ച ഒരു സംഭവമായിട്ട് ഇങ്ങനെ അടിയിൽ കിടക്കുകയായിരുന്നു. ബിജു അതിപ്പോഴെങ്കിലും വെളിപ്പെടുന്നതിന് നന്ദി. കാരണം വലിയ തെറ്റിദ്ധാരണ ഒഴിവായി. നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വേദന ഞങ്ങൾ പരീക്ഷ പോയിക്കൊണ്ട് ചെയ്യേണ്ടി വരികയായിരുന്നു, അതിർത്തി വാങ്ങേണ്ടി വരികയായിരുന്നു എന്നൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഒരുപാട് തിരക്കുകളുണ്ട്. ഒരു സ്കൂളാണ്, ഒരു ഫൊറാനയുടെ വികാരിയായ ഷാജിയച്ചൻ ഇവിടെ ഓടിയെത്തി നമ്മുടെ പരിപാടിയിൽ ഗാദറിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നന്ദിപൂർവ്വം എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തിനുള്ള നന്ദി അർപ്പിക്കുകയാണ്. തിരക്കുകളുണ്ട്, എനിക്കറിയാം. സ്കൂളിന്റെ സിസ്റ്റർ വർക്കിംഗ് ഇടയിലോട്ട് കിടക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്. അദ്ദേഹത്തോട് ഓടിയെത്തി ഇത്രയും സമയം 10 മണി മുതൽ 9:30 നമ്മൾ തുടങ്ങിയാണ്. ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്ദിയുടെ നർമ്മലരുകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ക്ലാസ് ടീച്ചർ ബാബു സാർ, ഞാൻ ഇന്നും എൻ്റെ ഒരു റോൾ മോഡലാണ് അദ്ദേഹം. ഞാൻ ഇന്നും എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ഓരോ ശൈലികൾ കോപ്പി അടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചില വ്യക്തിത്വങ്ങൾ ഞാൻ മനസ്സിൽ കോപ്പി അടിക്കാറുണ്ട്, അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ ശൈലികളും ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. നമ്മുടെ അധ്യാപകരെയൊക്കെ ഞങ്ങളെ വിളിക്കുന്ന വാർക്കപ്പടിക്കാരെന്നാണ്. കാരണം എന്താണ്, പുതിയ തലമുറയെ വാർത്തെടുക്കുന്നവരാണ്. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം കുറച്ചു മുമ്പ് പറയുകയുണ്ടായി, നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ നന്നായിട്ട് ചെയ്യുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ബാലൻസ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്റെ ഏറ്റവും എല്ലാവരുടെയും പേരിൽ അർപ്പിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ട AL തോമസ് സാർ, നമ്മളൊക്കെ ചുരുക്കപ്പേരിൽ ALT എന്നായിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹത്തെ. ഞാൻ ഇപ്പോഴും സാറ് ക്ലാസ്സിൽ വന്നു ഞാൻ പെട്ടെന്ന് പറയും പൈരാച്ച പാണ്ഡ്യൻ. ആ ശൈലി ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ അറിയാതെ ചെയ്തതാണ്. ഓരോ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ കുട്ടികളെ കുരിച്ചു നിർത്തിയിട്ട് പുറത്തിലിട്ടൊരു അടിയുണ്ട്. ചിലപ്പോൾ കുട്ടികൾ കുരുത്തക്കേട് കാണിക്കും, ഞാനും അത് കാണിക്കാറുണ്ട്. എന്റെ മനസ്സിൽ തോമസ് സാറാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്കൊക്കെ കുട്ടികളെ അടിക്കാൻ പേടിയാ. കാരണം എന്താ, കുട്ടികളെ ഞങ്ങൾക്ക് പേടിയാ. കാരണം നേരത്തെ സിസ്റ്റർ പറഞ്ഞ് കോടതി കയറേണ്ടി വന്നു. ഞങ്ങളൊക്കെ ശരിക്കും എന്റെ ചൂണ്ടുവരലിലെ കുട്ടികൾ എന്റെ നാവില് ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. എന്നെ അത്രമാത്രം കുട്ടികൾ ഞാൻ വടിയെടുക്കാറില്ല. ഞാൻ വടിയെടുത്ത് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഈ പുറത്തിലിട്ട് തല്ലുന്ന ദുശീലം എനിക്കുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. അത് മനസ്സിൽ എപ്പോഴും തോമസ് സാറാണ്.